ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര്? ഓപ്ഷൻസ്: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വയലാർ രാമവർമ്മ, വള്ളത്തോൾ, പി ഭാസ്കരൻ. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. LDCയുടെ സിലബസിൽ വരുന്നൊരു എക്സാമാണിത്. ഇതിൻ്റെ ആൻസർ വരുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. നമുക്കറിയാം, വിശേഷണങ്ങൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. അതുപോലെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുപോലെ മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരാണ്. അതുപോലെ നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. അതായത് നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരുമാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. സരസകവി എന്നറിയപ്പെടുന്നത് മുലൂർ പത്മനാഭ പണിക്കർ. സരസകവി എന്നറിയപ്പെടുന്നത് മുലൂർ പത്മനാഭ പണിക്കർ. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അതുപോലെ ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. ദാർശനിക കവി എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ഈ വിശേഷണങ്ങൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പഠിച്ചു വയ്ക്കും.